ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ എന്നും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന എപ്പോഴും ചൊല്ലുന്നവരാണ്. ഈ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയണമെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ് നമ്മൾ. അതുകൊണ്ട് ആവശ്യങ്ങളിൽ നാം നിർബന്ധം പിടിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തെ അപ്പ എന്ന് വിളിക്കണം. അപ്പനെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്പനത് ഏറ്റെടുക്കും. മക്കളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടോ? മാതാപിതാക്കൾ മുട്ടുകുത്തി നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നല്ലേ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, ഞാൻ ഈ പ്രശ്നം അങ്ങയുടെ കരങ്ങളിലേക്ക് വെച്ചു തരുക. അപ്പനിത് ഏറ്റെടുക്കണം, തീർപ്പുണ്ടാക്കണം. ഇങ്ങനെ പറയുമ്പോൾ ആ വാക്ക് സ്വർഗം ഏറ്റെടുക്കും. സ്വർഗം ഏറ്റെടുത്താൽ അവിടെ പരിഹാരമുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരരുത്, അപ്പ എന്ന് വിളിക്കുക. വിശുദ്ധ സിപ്രിയാൻ പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിയാൽ ഫലം ഇല്ലാതെ വരില്ല എന്നാണ്. സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിയാൽ ലഘുപാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ആഗസ്റ്റിനോസ് പറഞ്ഞിരിക്കുന്നത്. തോമസ് അക്യൂനാസ് പറയുന്നത്, നമുക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്ന പ്രാർത്ഥനയാണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. കണ്ടോ, വിശുദ്ധരൊക്കെ ഈ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റിയത്. സിപ്രിയാൻ പറയുന്നത് എന്താണ്? സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അതിന് ഫലം കിട്ടാതെ വരില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ലഘുപാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുമെന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്. കൂടാതെ ഈ പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നുവെന്ന് തോമസ് അക്യൂനാസ് പറയുന്നു. ഏറെ അനുയോജ്യമായ പ്രാർത്ഥനയാണിത്. ക്രമമുള്ള പ്രാർത്ഥന, ഭക്തിയുള്ള പ്രാർത്ഥന, വിനയത്തോടെയുള്ള പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നത് എന്തിനാണ്? അങ്ങനെ വിളിക്കണമെന്ന് ഈശോയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ മഹത്വം, ഔന്നത്യം നമ്മൾ മറന്നു പോകരുതെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. കേരളത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിൽ എത്തിച്ചേരാൻ അനേകം മണിക്കൂറുകൾ എടുക്കും. ഉദാഹരണത്തിന്, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തിച്ചേരാൻ ഏകദേശം 1 ദിവസമെങ്കിലും എടുക്കും. ഇതിനേക്കാൾ സമയമെടുക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്താൻ. അതുപോലെ അമേരിക്കയിലെത്താൻ 21 മണിക്കൂർ നേരം യാത്ര വേണം. ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. സൂര്യനേക്കാൾ വലിപ്പമുള്ള അനേകം ഗ്രഹങ്ങളുണ്ട്. ഇങ്ങനെ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ ഒരൊറ്റ വാക്കിനാൽ സൃഷ്ടിച്ചവനാണ് ദൈവം. ആ ദൈവത്തിന് ഔന്നത്യം കൽപ്പിക്കാതിരിക്കരുത്. സർവാധിപനാണ് ദൈവം. ആ വലിപ്പം സൂചിപ്പിക്കാനാണ് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഔന്നത്യത്തെ നാം അംഗീകരിക്കുകയാണ്. അങ്ങാണ് സർവശക്തനെന്ന് ഏറ്റുപറയുകയാണ് നാം സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഒറ്റ വിളിയിൽ ദൈവത്തിൻ്റെ എല്ലാ മഹത്വവും അടങ്ങിയിരിക്കുന്നു. ദൈവം സ്വർഗസ്ഥനാണ്, എന്നാൽ ആ ദൈവം എൻ്റെ പിതാവുമാണ്. ഈ പ്രാർത്ഥനയിലെ അങ്ങയുടെ രാജ്യം, അങ്ങയുടെ നാമം, അങ്ങയുടെ ഇഷ്ടം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പോൾ ഒരു സംശയം വന്നേക്കാം, ദൈവം പരിശുദ്ധനല്ലേ? അവിടുത്തെ നാമം പൂജിതമല്ലേ? അതിൻ്റെ അർത്ഥം ഇതാണ്: അങ്ങയുടെ നാമം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധമായി വെളിപ്പെടാൻ എന്നെ സഹായിക്കണമേ. അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലെങ്കിൽ എൻ്റെ ജീവിതം കണ്ടിട്ട് ആരും അങ്ങയെ ദുഷിക്കാനിടയാകരുതേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 24 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നീ യഹൂദനെന്ന് വിളിക്കപ്പെടും. നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതിയർക്കിടയിൽ ദുഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നാം അതിൽ വായിക്കുന്നു. ക്രിസ്ത്യാനിയാണ്, അവനെ വിശ്വസിക്കരുതെന്ന് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? ഈ പ്രാർത്ഥന ചൊല്ലുന്നവർ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് ആരെങ്കിലും ദൈവത്തെ ദുഷിക്കാൻ കാരണമായിട്ടുണ്ടോ? കൊള്ളപ്പലിശ വാങ്ങുന്നവർ, ആരോടും കരുണ കാണിക്കാത്തവർ, അങ്ങനെ
മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ യേശുവിലേക്ക് വരാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതം കണ്ട് എത്ര പേർ യേശുവിലേക്ക് വന്നിട്ടുണ്ട്? പ്രസംഗിക്കുന്നവരും പ്രഘോഷിക്കുന്നവരും ധാരാളമുണ്ട്, ധ്യാനകേന്ദ്രങ്ങളുമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം കണ്ടിട്ട് എത്ര പേർ ദൈവത്തിലേക്ക് വരുന്നുണ്ട് എന്നതാണ് പ്രസക്തമായ ചോദ്യം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഒരു കെണിയാണ്. അർത്ഥമറിഞ്ഞ് ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രക്ഷയുമില്ല. യേശു അതിബുദ്ധിമാനാണ്. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്താണ് ഈ ദൈവരാജ്യം? ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുമ്പോഴും UK എന്ന് പറയുമ്പോഴും നമുക്ക് കാര്യം മനസ്സിലാകും. പക്ഷേ ദൈവരാജ്യം എന്ന് പറയുമ്പോഴോ? ഈശോയുടെ പ്രസംഗത്തിൻ്റെ മുഴുവൻ സാരാംശം സ്വർഗരാജ്യ പ്രഘോഷണമായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് ക്രിസ്തു പ്രസംഗിച്ചത്. ദൈവത്തിൻ്റെ ഭരണമാണ് ദൈവരാജ്യം. ദൈവരാജ്യം സമം ദൈവത്തിൻ്റെ ഭരണം. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണെന്ന് ഈശോ പറയുന്നത്. എന്നു മുതൽ ദൈവം എന്നെ ഭരിച്ചു തുടങ്ങിയോ അന്നു മുതൽ ഞാൻ ദൈവരാജ്യത്തിലാണ്. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം പറയുന്നത് പോലെയാണെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലാണ്. ദൈവത്തോട് ചോദിച്ചിട്ടാണ് നിങ്ങളൊരു തീരുമാനമെടുത്തതെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. പക്ഷേ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാതെയാണ് നാം തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് പല തീരുമാനങ്ങളും തെറ്റിപ്പോകുന്നത്. എന്നാൽ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം തേടി ഒരു ബ്രദറിൻ്റെയും കന്യാസ്ത്രീയുടെയും അച്ഛൻ്റെയും പുറകെ പോകരുത്. പകരം ചെയ്യേണ്ടത് പലതവണ ചോദിച്ചിട്ടും ഉത്തരം കിട്ടാതെ വരുമ്പോഴും ഉള്ളിൽ ഒരു തോന്നലുണ്ടാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. അങ്ങനെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാലും നിങ്ങൾ ആലോചന ചോദിച്ചതിൻ്റെ പേരിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. പക്ഷേ ദൈവത്തോട് ചോദിക്കണം, ചോദിക്കാതെ പോകരുത്. തെറ്റിപ്പോയ തീരുമാനങ്ങൾ പോലും ദൈവത്തോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം അത് ശരിയാക്കി തരും. അസാധാരണമായ ശക്തിയും വഴിയും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഓരോ ദിവസവും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെ വിവാഹം കഴിക്കണം, എവിടെ ജോലി ചെയ്യണം, എപ്പോൾ വീട് പണിയണം, കാർ വാങ്ങണം, എല്ലാം ദൈവം കൃത്യമായി നിർവഹിച്ചുകൊള്ളും. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്കെല്ലാം ചെയ്തു തരുമെന്നാണ് 57-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നത്. ദൈവം രാജാവായതുകൊണ്ട് അവിടുത്തെ സേവകർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. എൻ്റെ ഒരു മോൻ ഒരു മോൾ വരുന്നുണ്ട്, കാര്യം ചെയ്തു കൊടുക്കണം എന്ന് ദൈവം മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കർത്താവ് ഒരുക്കി ക്രമീകരിച്ച് കർത്താവ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാളുടെയും ജീവിതം തകരുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.